ദെൻ ടുവിനേക്കാൾ ലാർജറായ ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജർ n ചൂസ് ചെയ്താലും ഫൈ ഓഫ് n ഒരു ഈവൻ നമ്പർ ആയിരിക്കുമെന്നാണ് നെക്സ്റ്റ് തിയറത്തിൽ പറയുന്നത്. തിയറം ഫോർ n ഗ്രേറ്റർ ദാൻ 2 ഫൈ ഓഫ് n ഈസ് എൻ ഈവൻ നമ്പർ. ആദ്യം നമ്മൾ ചൂസ് ചെയ്യുന്ന ഇൻറ്റിജർ n ടുവിൻ്റെ ഏതെങ്കിലും പവർ ആണെന്ന് അസ്യൂം ചെയ്യുക. ദാറ്റ് ഈസ് n ഈക്വൽ ടു 2 റേസ് ടു k വിത്ത് k ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ദെൻ തിയറം 1 അപ്ലൈ ചെയ്താൽ ഫൈ ഓഫ് n ഈക്വൽ ടു ഫൈ ഓഫ് 2 റേസ് ടു k ഈക്വൽ ടു 2 റേസ് ടു k ഇൻറ്റു 1 മൈനസ് 1/2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഫൈ ഓഫ് n ഈക്വൽ ടു 2 റേസ് ടു k മൈനസ് 1. k ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആയതുകൊണ്ട് k മൈനസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. ദെർഫോർ ഫൈ ഓഫ് n ഈസ് എൻ ഈവൻ നമ്പർ. ദെൻ നെക്സ്റ്റ് കേസായിട്ട് ഫൈ ഓഫ് n 2ൻ്റെ ഒരു പവർ അല്ല എന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആ നമ്പറിന് അറ്റ്ലീസ്റ്റ് 1 ഓഡ് പ്രൈം ഫാക്ടർ p എങ്കിലും ഉണ്ടായിരിക്കും. ദെൻ എന്നിന് നമുക്ക് n ഈക്വൽ ടു p റേസ് ടു k ഇൻറ്റു m വേർ k ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് GCD ഓഫ് p റേസ് ടു k m ഈക്വൽ ടു 1 ഈ ഫോമിൽ എഴുതാവുന്നതാണ്. കാരണം n ഒരു ഓഡ് പ്രൈം നമ്പർ ആണെങ്കിൽ n ഈക്വൽ ടു p റേസ് ടു 1 ഇൻറ്റു 1 ആണ് വിത്ത് GCD ഓഫ് p 1 ഈക്വൽ ടു 1. ഇനി n ഈക്വൽ ടു p റേസ് ടു k വേർ p ഈസ് എൻ ഓഡ് പ്രൈം. ഇതുപോലെയാണെങ്കിൽ n നമുക്ക് n ഈക്വൽ ടു p റേസ് ടു k ഇൻറ്റു 1 എന്ന് എഴുതാവുന്നതാണ് വേർ GCD ഓഫ് p റേസ് ടു k 1 ഈക്വൽ ടു 1. നൗ ജനറൽ കേസിൽ n ഈക്വൽ ടു p1 റേസ് ടു k1 ഇൻറ്റു p2 റേസ് ടു k2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു pr റേസ് ടു kr ആണെങ്കിൽ ഇതിലേതെങ്കിലും ഒരു ഓഡ് പ്രൈം നമ്പർ pi ചൂസ് ചെയ്യുക. n 2ൻ്റെ ഒരു പവർ അല്ലാത്തതുകൊണ്ട് ഇത്തരത്തിലൊരു ഓഡ് പ്രൈം നമ്പർ പോസിബിൾ ആണ്. ദെൻ എന്നിന് നമുക്ക് n ഈക്വൽ ടു pi റേസ് ടു ki ഇൻറ്റു p1 റേസ് ടു k1 ഇൻറ്റു p2 റേസ് ടു k2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു pi മൈനസ് 1 റേസ് ടു ki മൈനസ് 1 ഇൻറ്റു pi പ്ലസ് 1 റേസ് ടു ki പ്ലസ് 1 ഇൻറ്റു എക്സെട്ര ഇൻറ്റു pr റേസ് ടു kr എന്ന് എഴുതാവുന്നതാണ്. piകളെല്ലാം ഡിസ്റ്റിങ്ക്റ്റ് പ്രൈംസ് ആയതുകൊണ്ട് GCD ഓഫ് pi റേസ് ടു ki p1 റേസ് ടു k1 ഇൻറ്റു p2 റേസ് ടു k2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു pi മൈനസ് 1 റേസ് ടു ki മൈനസ് 1 ഇൻറ്റു pi പ്ലസ് 1 റേസ് ടു ki പ്ലസ് 1 എക്സെട്ര ഇൻറ്റു pr റേസ് ടു kr ഈക്വൽ ടു 1 ആയിരിക്കും. സോ ഏത് കേസിലായാലും എന്നിന് നമുക്ക് n ഈക്വൽ ടു p റേസ് ടു k ഇൻറ്റു m വേർ k ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് GCD ഓഫ് p റേസ് ടു k m ഈക്വൽ ടു 1 ഈ ഫോമിൽ എഴുതാവുന്നതാണ്. ദെൻ ഫൈ ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷനും p റേസ് ടു kയും m റിലേറ്റീവ്ലി പ്രൈമും ആയതുകൊണ്ട് ഫൈ ഓഫ് n ഈക്വൽ ടു ഫൈ ഓഫ് p റേസ് ടു k ഇൻറ്റു m ഈക്വൽ ടു ഫൈ ഓഫ് p റേസ് ടു k ഇൻറ്റു ഫൈ ഓഫ് m എന്ന് കിട്ടും. ദെൻ ബൈ തിയറം 1 ഫൈ ഓഫ് p റേസ് ടു k ഈക്വൽ ടു p റേസ് ടു k മൈനസ് p റേസ് ടു k മൈനസ് 1 ആണ്. ഇതിൽ നിന്നും p റേസ് ടു k മൈനസ് 1 കോമൺ ആയിട്ട് എടുത്താൽ ഫൈ ഓഫ് p റേസ് ടു k ഈക്വൽ ടു p റേസ് ടു k മൈനസ് 1 ഇൻറ്റു p മൈനസ് 1 എന്ന് കിട്ടും. ഇത് യൂസ് ചെയ്യുമ്പോൾ ഫൈ ഓഫ് n ഈക്വൽ ടു p റേസ് ടു k മൈനസ് 1 ഇൻറ്റു p മൈനസ് 1 ഇൻറ്റു ഫൈ ഓഫ് m. p ഒരു ഓഡ് പ്രൈം നമ്പർ ആയതുകൊണ്ട് p മൈനസ് 1 ഒരു ഈവൻ നമ്പർ ആയിരിക്കും. ദാറ്റ് ഈസ് 2 ഡിവൈഡ്സ് p മൈനസ് 1 which implies 2 divides p raised to k minus 1 into p minus 1 into phi of m. That is 2 divides phi of n. അതിൽ നിന്നും phi of n ഒരു ഈവൻ നമ്പർ ആണെന്ന് കിട്ടും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. ദെൻ 1നേക്കാൾ ലാർജറായ ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജർ n ചൂസ് ചെയ്താലും n-നേക്കാൾ താഴെയുള്ള n-നോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ സമ്മ് 1/2 ഇൻറ്റു n ഇൻറ്റു phi of n ആയിരിക്കുമെന്നാണ് നെക്സ്റ്റ് തിയറത്തിൽ പറയുന്നത്. Theorem 5 for n greater than 1 the sum of the positive integers less than n and prime to n is 1/2 into n into phi of n. നമുക്കറിയാം n-നേക്കാൾ താഴെ n-നോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള എക്സാക്ട്ലി phi of n പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ് ഉള്ളതെന്ന്. ദെൻ ആ phi of n ഇൻറ്റിജേഴ്സ് അസെൻഡിങ് ഓർഡറിൽ ഇതുപോലെയാണെന്ന് അസ്യൂം ചെയ്യുക. a1 a2 എക്സെട്ര am where m ഈക്വൽ ടു phi of n. ദെൻ GCD ഓഫ് a, n ഈക്വൽ ടു 1 ആണെങ്കിൽ GCD ഓഫ് n മൈനസ് a, n 1 ആയിരിക്കും. കാരണം GCD ഓഫ് n മൈനസ് a, n ഈക്വൽ ടു d ആണെങ്കിൽ d ഡിവൈഡ്സ് n ആൻഡ് d ഡിവൈഡ്സ് n മൈനസ് a എന്ന് കിട്ടും. വിച്ച് ഇംപ്ലൈസ് d ഡിവൈഡ്സ് n മൈനസ് ഓഫ് n മൈനസ് a, ദാറ്റ് ഈസ് d ഡിവൈഡ്സ് a. സോ d ഡിവൈഡ്സ് n ആൻഡ് d ഡിവൈഡ്സ് a. സോ d n-ൻ്റെയും a-യുടെയും ഒരു കോമൺ ഫാക്ടറാണ്. വിച്ച് ഇംപ്ലൈസ് GCD ഓഫ് a, n greater than or equal to d. GCD of a, d equal to 1 ആയതുകൊണ്ട് d less than or equal to 1 എന്ന് കിട്ടും. d ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയതുകൊണ്ട് d equal to 1 എന്ന് കിട്ടും. സോ GCD of a, n equal to 1 ആണെങ്കിൽ GCD of n minus a, n equal to 1 ആയിരിക്കും.
കോൺവേഴ്സ്ലി ജി സി ഡി ഓഫ് എൻ മൈനസ് എ കോമ എൻ ഈക്വൽ ടു 1 ആണെങ്കിൽ ജി സി ഡി ഓഫ് എ കോമ എന്നും 1 ആയിരിക്കും. കാരണം ജി സി ഡി ഓഫ് എ കോമ എൻ ഈക്വൽ ടു ഡി ആണെങ്കിൽ ഡി ഡിവൈഡ്സ് എ ആൻഡ് ഡി ഡിവൈഡ്സ് എൻ എന്ന് കിട്ടും. അതിൽ നിന്നും ഡി ഡിവൈഡ്സ് എൻ മൈനസ് എ. സോ ഡി ഡിവൈഡ്സ് എൻ മൈനസ് എ ആൻഡ് ഡി ഡിവൈഡ്സ് എൻ. സോ എൻ മൈനസ് എയുടെയും എന്നിൻ്റെയും ഒരു കോമൺ ഫാക്ടറാണ് ഡി. അതിൽ നിന്നും ഡി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി സി ഡി ഓഫ് എൻ മൈനസ് എ കോമ എൻ എന്ന് കിട്ടും. ജി സി ഡി ഓഫ് എൻ മൈനസ് എ കോമ എൻ ഈക്വൽ ടു 1 ആയതുകൊണ്ട് ഡി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഡി ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയതുകൊണ്ട് ഡി ഈക്വൽ ടു 1 ആയിരിക്കും. സോ ജി സി ഡി ഓഫ് എൻ മൈനസ് എ കോമ എൻ ഈക്വൽ ടു 1 ആണെങ്കിൽ ജി സി ഡി ഓഫ് എ കോമ എൻ ഈക്വൽ ടു 1 ആയിരിക്കും. Therefore GCD of a comma n equal to 1 if and only if GCD of n minus a comma n equal to 1. So n minus a1, n minus a2 etc. n minus am ഇവ നേരത്തെ പറഞ്ഞ സെയിം നമ്പേഴ്സിനെ ഡിസെൻഡിങ് ഓർഡറിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. എസ് എന്നുള്ളത് എന്നിനേക്കാൾ താഴെയുള്ള എന്നിനോട് റിലേറ്റീവ്ലി പ്രൈമായ പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ സമ്മാണെങ്കിൽ എസ് ഈക്വൽ ടു a1 പ്ലസ് a2 പ്ലസ് എക്സെട്ര പ്ലസ് am. Also s equal to n minus a1 plus n minus a2 plus etc plus n minus am. Then equations 1ഉം 2ഉം ആഡ് ചെയ്യുമ്പോൾ a1 plus n minus a1 equal to n, a2 plus n minus a2 equal to n, etc. am plus n minus am equal to n ആയതുകൊണ്ട് 2s equal to n plus n plus n plus etc. m times എന്ന് കിട്ടും. That is 2s equal to m into n. m ഈക്വൽ ടു 5 ഓഫ് എൻ ആയതുകൊണ്ട് 2s ഈക്വൽ ടു 5 ഓഫ് എൻ ഇൻറ്റു n. ഇതിൽ നിന്നും s ഈക്വൽ ടു 1/2 ഇൻറ്റു n ഇൻറ്റു 5 ഓഫ് എൻ എന്ന് കിട്ടും. ഇതാണ് നമുക്ക് ഈ തിയറത്തിൽ പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് ഗോസ് തിയറമാണ്. ഫോർ ഈച്ച് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 n ഈക്വൽ ടു സമ്മേഷൻ ഓവർ d ഡിവൈഡ്സ് n 5 ഓഫ് d, ദി സം ബീയിങ് എക്സ്റ്റെൻഡഡ് ഓവർ ഓൾ പോസിറ്റീവ് ഡിവൈസേഴ്സ് ഓഫ് n. അതായത് ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജർ n ചൂസ് ചെയ്താലും സമ്മേഷൻ ഓവർ d ഡിവൈഡ്സ് n 5 ഓഫ് d ഈക്വൽ ടു n ആയിരിക്കുമെന്നാണ് ഈ തിയറത്തിൽ പറയുന്നത്. n ഈക്വൽ ടു 1 ആണെങ്കിൽ സമ്മേഷൻ ഓവർ d ഡിവൈഡ്സ് n 5 ഓഫ് d ഈക്വൽ ടു 5 ഓഫ് 1 ആണ്. കാരണം 1ന് ആകെ ഒരു പോസിറ്റീവ് ഡിവൈസർ മാത്രമേ ഉള്ളൂ. ദെൻ 5 ഓഫ് 1 ഈക്വൽ ടു 1 ആയതുകൊണ്ട് സമ്മേഷൻ ഓവർ d ഡിവൈഡ്സ് n 5 ഓഫ് d ഈക്വൽ ടു 1 എന്ന് കിട്ടും. അത് n തന്നെയാണ്. സോ n ഈക്വൽ ടു 1ന് ഈ റിസൾട്ട് ട്രൂ ആണ്. നൗ n ഗ്രേറ്റർ ദാൻ 1 ആണെന്ന് വിചാരിക്കുക. ഒരു നമ്പർ തിയററ്റിക് ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് ഇതുപോലെ ചൂസ് ചെയ്യുക. ക്യാപിറ്റൽ എഫ് ഓഫ് n ഈക്വൽ ടു സമ്മേഷൻ ഓവർ d ഡിവൈഡ്സ് n 5 ഓഫ് d. ദെൻ ക്യാപിറ്റൽ എഫ് ഓഫ് n ഈക്വൽ ടു n എന്ന് പ്രൂവ് ചെയ്താൽ മതി. 5 ഓഫ് d ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻ ആയതുകൊണ്ട് സെക്ഷൻ 2-ലെ തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ എഫും ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻ ആണെന്ന് കിട്ടും. n ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് n-ന് നമുക്ക് ഇതുപോലെ പ്രൈം ഫാക്ടറൈസേഷൻ നടത്താവുന്നതാണ്. n ഈക്വൽ ടു p1 raised to k1 into p2 raised to k2 into etc into pr raised to kr. Then piകളെല്ലാം ഡിസ്റ്റിങ്ക്റ്റ് പ്രൈം നമ്പേഴ്സ് ആയതുകൊണ്ട് pi raised to kകളെല്ലാം പെയർ വൈസ് റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. സോ ക്യാപിറ്റൽ എഫ് ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ക്യാപിറ്റൽ എഫ് ഓഫ് n ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് p1 raised to k1 into p2 raised to k2 into etc into pr raised to kr which is equal to capital F of p1 raised to k1 into capital F of p2 raised to k2 into etc into capital F of pr raised to kr എന്ന് കിട്ടും. Now for each I equal to 1 2 3 up to r, capital F of pi raised to ki equal to summation over d divides pi raised to ki phi of d which is equal to phi of 1 plus phi of pi plus phi of pi square plus phi of pi cube plus etc plus phi of pi raised to ki എന്ന് കിട്ടും. കാരണം pi raised to ki യുടെ പോസിറ്റീവ് ഡിവൈസേഴ്സ് 1 pi സ്ക്വയർ pi ക്യൂബ് എക്സെട്ര pi raised to ki മാത്രമാണ്. ദെൻ ഈ സെക്ഷനിലെ തിയറം 1 അപ്ലൈ ചെയ്താൽ phi of pi ഈക്വൽ ടു pi മൈനസ് 1, phi of pi സ്ക്വയർ ഈക്വൽ ടു pi സ്ക്വയർ മൈനസ് pi, phi of pi ക്യൂബ് ഈക്വൽ ടു pi ക്യൂബ് മൈനസ് pi സ്ക്വയർ എക്സെട്ര phi of pi raised to ki ഈക്വൽ ടു pi raised to ki മൈനസ് pi raised to ki മൈനസ് 1 എന്ന് കിട്ടും. ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് pi raised to ki ഈക്വൽ ടു 1 പ്ലസ് pi മൈനസ് 1 പ്ലസ് pi സ്ക്വയർ മൈനസ് pi പ്ലസ് pi ക്യൂബ് മൈനസ് pi സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് pi raised to ki മൈനസ് pi raised to ki മൈനസ് 1. ഇവിടെ pi raised to ki ഒഴികെ ബാക്കി എല്ലാ ടേംസും ക്യാൻസൽ ആയിട്ട് പോകും. സോ ക്യാപിറ്റൽ എഫ് ഓഫ് pi raised to ki ഈക്വൽ ടു pi raised to ki ഫോർ ഈച്ച് I ഈക്വൽ ടു 1 2 3 up to r.
Therefore, capital F of n equal to capital F of P1 raised to K1 into capital F of P2 raised to K2 into etc. into capital F of PR raised to KR, which is equal to P1 raised to K1 into P2 raised to K2 into etc. into PR raised to KR. അത് എന്നാണ്. സോ capital F of n equal to n, that is summation over d divides n phi of d equal to n. ഇതാണ് ഈ തിയറത്തിൽ പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. ദെൻ ഗോസ് തിയറത്തിൻ്റെ മറ്റൊരു പ്രൂഫ് നമുക്ക് നോക്കാം. 1 മുതൽ n വരെയുള്ള ഇൻറ്റിജേഴ്സിനെ താഴെ പറയുന്നത് പോലെ ക്ലാസ്സുകളാക്കി സെപ്പറേറ്റ് ചെയ്യുക. എന്നിൻ്റെ ഏതൊരു ഡിവൈസർ ഡി ചൂസ് ചെയ്താലും എസ് ഡി എന്നുള്ള സെറ്റ് ഡിനോട്ട് ചെയ്യുന്നത് ജി സി ഡി ഓഫ് എം കോമ എൻ ഈക്വൽ ടു ഡി വരുന്ന വിധത്തിൽ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിലുള്ള ഇൻറ്റിജേഴ്സിനെയാണ്. ദാറ്റ് ഈസ് എസ് ഡി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എം സച്ച് ദാറ്റ് GCD of m comma n equal to d and 1 less than or equal to m less than or equal to n. Then the collection of sets set of all as d such that d divides n. 1 മുതൽ n വരെയുള്ള ഇൻറ്റിജേഴ്സിൻ്റെ കളക്ഷൻ്റെ സെറ്റിൻ്റെ ഒരു പാർട്ടീഷൻ ഫോം ചെയ്യും. ഇതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കൊരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. n ഈക്വൽ ടു 10 ആണെങ്കിൽ ആ നമ്പറിൻ്റെ ഡിവൈസേഴ്സ് 1, 2, 5 and 10 ആണ്. ദെൻ ക്യാപിറ്റൽ S1 ഡിനോട്ട് ചെയ്യുന്നത് GCD ഓഫ് എം കോമ 10 ഈക്വൽ ടു 1 വരുന്ന വിധത്തിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആയ പോസിറ്റീവ് ഇൻറ്റിജേഴ്സിനെയാണ്. ഇത്തരത്തിലുള്ള ഇൻറ്റിജേഴ്സ് 1, 3, 7 and 9 ആണ്. സോ ക്യാപിറ്റൽ S1 ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 1, 3, 7 and 9. ഇതുപോലെ GCD ഓഫ് എം കോമ 10 ഈക്വൽ ടു 2 വരുന്ന പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ കളക്ഷൻ സെറ്റ് ഓഫ് ഓൾ 2, 4, 6 and 8 ആണ്. So S2 equal to set of all 2, 4, 6 and 8. Then GCD of m comma 10 equal to 5 വരുന്ന വിധത്തിൽ 10നേക്കാൾ താഴെയോ ഈക്വലോ ആയിട്ടുള്ള ഇൻറ്റിജർ 5 മാത്രമാണ്. സോ ക്യാപിറ്റൽ S5 ഈക്വൽ ടു സിംഗിൾട്ടൺ സെറ്റ് 5. Similarly S10 equal to singleton set 10. Then S1, S2, S5 and S10 ഈ സെറ്റുകൾ പെയർ വൈസ് ഡിസ്ജോയിൻ്റ് ആണ്. അതുപോലെ തന്നെ അവയുടെ എല്ലാം യൂണിയൻ സെറ്റ് ഓഫ് ഓൾ 1, 2, 3 എക്സെട്ര 10 ആണ്. സോ S1, S2, S5, S10 ഈ സെറ്റുകൾ 1 മുതൽ 10 വരെയുള്ള ഇൻറ്റിജേഴ്സിൻ്റെ കളക്ഷൻ്റെ ഒരു പാർട്ടീഷൻ ഫോം ചെയ്യും. ഇതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ജനറൽ കേസിൽ സെറ്റ് ഓഫ് ഓൾ എസ് ഡി സച്ച് ദാറ്റ് ഡി ഡിവൈഡ്സ് എൻ ഫോം എ പാർട്ടീഷൻ ഓഫ് ദി സെറ്റ് ഓഫ് ഓൾ 1, 2, 3 എക്സെട്ര എൻ. ദെൻ നമുക്കറിയാം GCD ഓഫ് എം കോമ എൻ ഈക്വൽ ടു ഡി if and only if GCD of m by d comma n by d equal to 1 ആണെന്ന്. ഇവിടെ സെറ്റ് എസ് ഡിയിലുള്ള ഇൻറ്റിജേഴ്സ് എമ്മിൻ്റെ പ്രത്യേകത GCD of m comma n equal to d ആയിരിക്കും. സോ എസ് ഡിയിലെ ഏതൊരു മെമ്പർ m ചൂസ് ചെയ്താലും GCD of m by d comma n by d equal to 1 ആയിരിക്കും. സോ ഈക്വലൻസ് ക്ലാസ് എസ് ഡിയിലുള്ള എലിമെൻസിൻ്റെ നമ്പർ n by ഡിയേക്കാൾ താഴെയോ ഈക്വലോ ആയിട്ടുള്ള n by ഡിയോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ നമ്പർ ആയിരിക്കും. അതായത് phi ഓഫ് n by d ആയിരിക്കും. സോ സെറ്റ് എസ് ഡിയിലുള്ള നമ്പർ ഓഫ് എലിമെൻറ്റ്സ് phi ഓഫ് n by d ആണ്. ദെൻ കളക്ഷൻ എസ് ഡി സച്ച് ദാറ്റ് ഡി ഡിവൈഡ്സ് n സെറ്റ് ഓഫ് ഓൾ 1, 2, 3 എക്സെട്ര n ഈ സെറ്റിൻ്റെ ഒരു പാർട്ടീഷൻ ഫോം ചെയ്യുന്നത് കൊണ്ട് എല്ലാ സെറ്റ്സ് എസ് ഡികളിലുമുള്ള ടോട്ടൽ മെമ്പേഴ്സിൻ്റെ നമ്പർ എടുത്താൽ അത് n ആയിരിക്കും. കാരണം 1 മുതൽ n വരെയുള്ള ഓരോ ഇൻറ്റിജേഴ്സും എക്സാക്ട്ലി 1 എസ് ഡിയിലായിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ ഓരോ എസ് ഡിയിലുമുള്ള നമ്പർ ഓഫ് എലിമെൻറ്റ്സ് phi ഓഫ് n by d ആയതുകൊണ്ട് സമ്മേഷൻ ഓവർ d ഡിവൈഡ്സ് n phi ഓഫ് n by d ഈക്വൽ ടു n എന്ന് കിട്ടും. ദെൻ നമുക്കറിയാം d n-ൻ്റെ ഒരു ഡിവൈസർ ആണെങ്കിൽ n by dയും n-ൻ്റെ ഒരു ഡിവൈസർ ആയിരിക്കും. സോ സമ്മേഷൻ ഓവർ d ഡിവൈഡ്സ് n phi ഓഫ് n by dയും സമ്മേഷൻ ഓവർ d ഡിവൈഡ്സ് n phi ഓഫ് dയും സെയിം ആയിരിക്കും. സോ സമ്മേഷൻ ഓവർ d ഡിവൈഡ്സ് n phi ഓഫ് d ഈക്വൽ ടു n എന്ന് കിട്ടും. ഇതാണ് ഗോസ് തിയറത്തിൽ പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്.